നമസ്തേ. വ്യാഴമാറ്റം 2024 മെയ് 1 ഉച്ചയ്ക്ക് സംഭവിക്കുന്നു. സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഗ്രഹം എന്ന നിലയിൽ വ്യാഴമാറ്റം സകല ചരാചരങ്ങളുടെയും കാര്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ശനി ഒരു രാശിയിൽ ഏകദേശം 2.5 വർഷക്കാലവും രാഹു കേതുക്കൾ 1.5 വർഷക്കാലവും വ്യാഴം ഏകദേശം 1 വർഷത്തോട് അടുപ്പിച്ച് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട്. ചന്ദ്രൻ 2.25 ദിവസവും സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ 30 മുതൽ 45 ദിവസത്തിനകവും ഒരു രാശിയിൽ സഞ്ചാരം പൂർത്തിയാക്കുന്നു. ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ മാറ്റങ്ങളും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളും ഉണ്ടാകുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം നിമിത്തം നമ്മളിൽ ഉണ്ടാകുന്ന ചിന്തകളും അവയുടെ ഫലമായി ഉണ്ടാകുന്ന പ്രവൃത്തികളുമാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നർത്ഥം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ എങ്ങനെ നിയന്ത്രിച്ചു നിർത്തണമെന്നും പ്രവൃത്തികളെ അഥവാ കർമ്മങ്ങളെ എങ്ങനെ പക്വതയുള്ളതാക്കി മാറ്റണമെന്നും നവഗ്രഹങ്ങൾ ഓരോ രാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സൂചനകൾ നൽകുന്നുണ്ട്. അവനവൻ്റെ ജാതകവുമായി അല്ലെങ്കിൽ ജന്മസമയവുമായി ബന്ധപ്പെടുത്തി വേണം ഓരോ കർമ്മഫലവും അനുഭവിച്ചു തീർക്കേണ്ടത്. ഗ്രഹങ്ങൾ നൽകുന്ന സൂചനകൾക്ക് അനുസരിച്ച് ദൈവാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയാൽ കഷ്ടനഷ്ടങ്ങൾ ഒഴിഞ്ഞിരിക്കും. എല്ലാ ഗ്രഹങ്ങളും രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചില പ്രത്യേക സമയങ്ങളിലെ ആണ് ഗുണദോഷ ഫലങ്ങൾ നമുക്ക് നൽകുന്നത്. നമ്മുടെ ജാതകത്തിലെ ദശ അപഹാരങ്ങൾ, അഷ്ടവർഗ ബലം, ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഇവയ്ക്ക് അനുസരിച്ച് ഫലഭാഗത്തിലും വ്യത്യാസമുണ്ടാകും. അവയെ തിരിച്ചറിഞ്ഞ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്. മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള രാശിക്കാരുടെ വ്യാഴമാറ്റ ഫലത്തിലേക്ക് പോകാം. ഇപ്പോൾ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശനി, മീനം രാശിയിൽ സഞ്ചരിക്കുന്ന രാഹു, കന്നി രാശിയിൽ സഞ്ചരിക്കുന്ന കേതു എന്നീ ഗ്രഹങ്ങളെ കൂടി കണക്കിലെടുത്ത് വേണം ഫലഭാഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇതുവരെ മേടം രാശിയിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം ഇപ്പോൾ രാശി മാറി ഇടവൻ രാശിയിലേക്ക് മാറാൻ പോകുന്നു എന്നർത്ഥം. അതും കൂടി അതാണല്ലോ ഇവിടെ പ്രധാനപ്പെട്ട വിഷയവും. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികക്കാൽ അടങ്ങുന്നതാണ് മേടക്കൂറ്. 9ഉം 12ഉം ഭാവാധിപനായുള്ള വ്യാഴം ഇടവൻ രാശിയിൽ 2ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നവർക്ക് അവ മാറി സ്വസ്ഥമായിട്ടുള്ള കുടുംബജീവിതത്തിലേക്ക് നീങ്ങുവാനുള്ള സാധ്യത ഉണ്ടാകുന്നതാണ്. 10ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ശനി മൂലക്ഷേത്ര ബലവാനായി 11ൽ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് മേടം രാശിക്കാർക്ക് വളരെ പ്രയോജനകരമാണ്. 6ാം ഭാവത്തിലെ കേതു ഇടയ്ക്കിടെ പല രോഗങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അവയ്ക്ക് ശമനവും ഉണ്ടാക്കി തരുന്നതായിരിക്കും. വ്യാഴത്തിൻ്റെ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന സർപ്പൻ ധനച്ചിലവ് വർദ്ധിപ്പിക്കും. കൂടാതെ വിവിധ തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാവുകയും ചെയ്യും. വിദേശത്തായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും. ചെയ്യുന്ന തൊഴിലിൽ നിന്നും ന്യായമായ വരുമാനം പ്രതീക്ഷിക്കാവുന്നതും അത് ലഭിക്കാൻ ഇടയാവുന്നതുമായിരിക്കും. എന്നാലും ധനച്ചിലവിൻ്റെ കാര്യത്തിൽ വർധനവ് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത് ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഉള്ള സഹായത്തിനായിട്ടോ മതപരമായിട്ടുള്ള പ്രവർത്തനത്തിനോ ദേവാലയങ്ങൾക്കോ നിർധനരായിട്ടുള്ളവർക്കോ
രോഗികൾക്കോ ഉള്ള സഹായമായിട്ടോ ഒക്കെ നൽകാനുള്ള ഇടയാകും. ഇങ്ങനെയുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നർത്ഥം. കടബാധ്യത ഉണ്ടായിരുന്ന മേടം രാശിക്കാർക്ക് അവയിൽ നിന്നും ഒരു മോചനം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. പലവിധ തർക്കങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്ക് ഒരു പരിഹാരം ഈ വ്യാഴമാറ്റത്തോടുകൂടി ഉണ്ടാകുന്നതാണ്. വ്യാഴം 2ാം ഭാവത്തിലേക്കാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വാക്കുകളിൽ അഹങ്കാരം സ്ഫുരിക്കുന്നതായിട്ട് മറ്റുള്ളവർക്ക് തോന്നാനും ഇടയുണ്ട്. അകാരണമായ ശത്രുത ഉണ്ടാകാനിടയുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് വിജയമുണ്ടാകും. വാഹനം വാങ്ങുന്നതിനും ഗൃഹനിർമ്മാണത്തിനും ഗൃഹസംബന്ധമായിട്ടുള്ള സകല കാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണിത്. പൊതുവെ മനസ്സമാധാനം, സന്തോഷം, പുരോഗതി എന്നിവ മേടം രാശിക്കാർക്ക് കൂടുതലായി പ്രതീക്ഷിക്കാം. അവ ഉണ്ടാവുകയും ചെയ്യും. വളരെ വേഗം രാശി മാറുന്ന മറ്റുള്ള ഗ്രഹങ്ങളുടെയും കൂടി ഫലങ്ങൾ വിലയിരുത്തി വേണം ഇനി മുന്നോട്ട് പോവേണ്ടത്. വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് മംഗളകരമായ അതിനുള്ള സാധ്യതകളും ഉണ്ടാകും. മേടം രാശിക്കാർക്ക് ശുഭകരമായിട്ടുള്ള ഒരു രാശിമാറ്റം തന്നെ, വ്യാഴമാറ്റം തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ഇടവൻ രാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ അരയും അടങ്ങുന്നതാണ് ഇടവക്കൂറ്. ഇടവം രാശിയുടെ 8ഉം 11ഉം ഭാവാധിപതിയാണ് ജന്മത്തിൽ തന്നെ വരുന്നത്. ഇടവൻ രാശിക്കാർക്ക് കഴിഞ്ഞ വ്യാഴമാറ്റക്കാലത്ത് അനുഭവിച്ചതിൻ്റെ അത്രത്തോളം പ്രശ്നങ്ങൾ ഈ വ്യാഴമാറ്റക്കാലത്ത് അനുഭവിക്കാൻ ഇടയുണ്ടാവില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ വ്യാഴമാറ്റക്കാലം മുതൽ വ്യാഴം രാശിയിൽ ബലവാനായി നിന്നിരുന്ന സമയങ്ങളിൽ ധാരാളം അനാവശ്യമായിട്ടുള്ള അലച്ചിലുകളും മനോദുഃഖവും ധനക്ലേശവും ഉണ്ടായിട്ടുണ്ടാവും. ചിലർക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് പോലും അഭിമാനത്തിന് കോട്ടം തട്ടുന്ന വിധത്തിലുള്ള പ്രവൃത്തികളും നേരിട്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അവയൊക്കെ അനുഭവിക്കാനും ഇടയിട്ടുണ്ടാകും. കുടുംബ ബന്ധങ്ങൾ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടാകും. ഇവയ്ക്കൊക്കെ ഒരു പരിഹാരം ഈ വ്യാഴമാറ്റത്തോടുകൂടി ഉണ്ടാകും. 9ഉം 10ഉം ഭാവാധിപനായ ശനി 10ാം ഭാവത്തിൽ തന്നെ സഞ്ചരിക്കുന്ന സമയം കൂടിയാണിത്. തൊഴിൽ ഇടങ്ങളിലുള്ള അസ്വസ്ഥത ഇതുമൂലം ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ഈ വ്യാഴമാറ്റം കൊണ്ട് അവനവൻ്റെ കാര്യത്തിൽ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകാൻ ഇടയുണ്ട്. ഇടവം രാശിക്കാരുടെ 2ാം ഭാവാധിപതിയുടെ ഗുണം കൂടി കണക്കിലെടുത്ത് വേണം ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേട്ടങ്ങളെക്കുറിച്ച് വിലയിരുത്തേണ്ടത്. ആ രാശിയുടെ അധിപതിയുടെ പ്രവർത്തനം കൊണ്ട് ഗുണമുണ്ടാകുമെന്നർത്ഥം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ആലസ്യമുണ്ടാകുമെങ്കിലും അവയെ തരണം ചെയ്യാനുള്ള ഉപാധികളും തെളിയും. വിവാഹ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് മംഗളകരമായിട്ടുള്ള വിവാഹം നടക്കും. രോഗാദി കാര്യങ്ങൾക്ക് ചികിത്സയിൽ ഇരിക്കുന്നവർക്ക് രോഗശമനവും ഉണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള മാറ്റം പലർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ജാതകത്തിലെ തൊഴിൽ കാരകൻ്റെ ബലങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ തൊഴിൽ മാറ്റം സ്വയം സ്വീകരിക്കാവൂ. ഭൂമി വാങ്ങുന്നവർക്കും വാഹനം വാങ്ങുന്നവർക്കും ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഊഹക്കച്ചവടങ്ങൾ ശരിക്ക് പഠിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. കാരണം 5ാം ഭാവത്തിലുള്ള കേതുവിൻ്റെ സ്വാധീനം തന്നെയാണ് ഇതിന്. കൂടാതെ അവനവൻ്റെ മനസ്വസ്ഥതയ്ക്ക് ഭംഗം തരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവും. കേസുകൾ, വഴക്കുകൾ എന്നിവയിൽ ചെന്ന് എത്താതെ തന്നെ നോക്കുകയും വേണം. ഇതൊക്കെ 11ൽ
നിൽക്കുന്ന രാഹു അനുകൂല സ്ഥാനത്ത് ആയതിനാൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഉണ്ടാവുകയും ചെയ്യും, പരിഹാരം ഉണ്ടാവുകയും ചെയ്യും എന്നർത്ഥം. ഇടവം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റഫലം നല്ലതായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി മിഥുനം രാശി. മകേരത്തിൻ്റെ അരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലും അടങ്ങുന്നതാണ് മിഥുനക്കൂറ്. ഈ കൂറുകാരുടെ കേന്ദ്രാധിപതിയാണ് 12ാം ഭാവത്തിലേക്ക് വരുന്നത്. 4ാം ഭാവത്തിൽ കേതു, 10ൽ സർപ്പൻ, 8ഉം 9ഉം ഭാവാധിപതിയായിട്ടുള്ള ശനി 9ാം ഭാവത്തിൽ. ഇവയൊക്കെ പലതരത്തിലുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ മിഥുനം രാശിക്കാർക്ക് തീർച്ചയായും ഉണ്ടാകും. പൊതുവെ എല്ലാ കാര്യത്തിലും ഒരുതരം ഭയം നിഴലിക്കും, അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാവുകയും ചെയ്യും. ധനക്ലേശം അവനവൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് അനുഭവിക്കേണ്ടതായിട്ടും വരും. ഭാഗ്യക്കേട് അഥവാ ഭാഗ്യഹാനി പലപ്പോഴും അനുഭവപ്പെടും. ചിലർക്ക് അവനവൻ്റെ തൊഴിൽ തന്നെ പ്രമോഷൻ പോലുള്ളവ തടയപ്പെടുകയോ ചെയ്യും. മോശമായ സാഹചര്യത്തിൽ അഥവാ കൂട്ടുകെട്ടിൽ ചെന്ന് വീഴാതെ നോക്കണം. പഠിച്ച വിദ്യകൾ തന്നെ പ്രയോഗിക്കുവാൻ കഴിയാതെ വരുന്ന ഒരുതരം വീർപ്പുമുട്ടലുകളും ചില അവസരങ്ങൾ ഉണ്ടായേക്കാം. ഉദരരോഗങ്ങൾ ഈ രാശിക്കാർ ശ്രദ്ധിക്കണം. മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും അനുഭവിക്കണമെന്നുമില്ല. കാരണം വളരെ പെട്ടെന്ന് തന്നെ രാശി മാറുന്ന മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം വരുമ്പോൾ ഇവയ്ക്കൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. എന്നിരുന്നാലും അനുഭവത്തിൽ ഇവയൊക്കെ വന്നാൽ അത് തരണം ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള പക്വത ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഈ രാശിക്കാർ. വിദേശത്ത് പഠനത്തിന് പോകുന്നവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാകും. ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്കും അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു കിട്ടും. നിലവിൽ വിവിധ തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പുതിയ അവസരങ്ങൾ തേടിയെത്തിയാലും വളരെ സൂക്ഷിച്ച് മാത്രമേ പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ പാടുള്ളൂ, അവ സ്വീകരിക്കാനും പാടുള്ളൂ. വിവാഹ കാര്യങ്ങളായിട്ട് അന്വേഷണം നടത്തുന്നവർക്ക് അതിനുള്ള ഒരു ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. ഈ രാശിമാറ്റം മിഥുനൻ രാശിക്കാർക്ക് നല്ലൊരു ഫലം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങുന്നതാണ് കർക്കിടകൻ രാശി. കർക്കിടകം രാശിക്കാരുടെ ലാഭസ്ഥാനത്തേക്കാണ് വ്യാഴം എത്തുന്നത്. ആ വാക്കുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാം. സകല കാര്യങ്ങൾക്കും ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇനി ഒരു വർഷക്കാലത്തേക്കുള്ളതെന്നർത്ഥം. മുന്നിട്ടിറങ്ങുന്ന എല്ലാ കാര്യങ്ങളും വിജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഭാവത്തിലേക്കാണ് വ്യാഴം എത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് വിജയമുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ടാകും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് നേട്ടം ഉണ്ടാവുകയും പൊതുവെ ഈ രാശിയിൽ ജനിച്ചവർക്ക് തൊഴിലായാലും ബിസിനസ്സിലായാലും പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. ചിലർക്ക് പുതിയ ചില സ്ഥാനമാനങ്ങളും ലഭിക്കും. സന്താനഭാഗ്യം ആഗ്രഹിച്ചിരുന്നവർക്ക്, അതായത് കാലതാമസം ഉണ്ടായിരുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയും. പുതിയ ഗൃഹം, വാഹനം എന്നിവ ലഭിക്കാനും ഇടയാവും. ഭാഗ്യവർദ്ധനവ് പൊതുവെ പറയാവുന്ന കാര്യമാണ്. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. 7ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് കർക്കിടകം രാശിയുടെ അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. അഷ്ടമശനി ഇഷ്ടഫലങ്ങൾ കൂടി കൊടുക്കും എന്നൊരു ചൊല്ലും കൂടി ഉണ്ട്. കുടുംബ ബന്ധങ്ങളിൽ അല്പസ്വല്പം അസ്വാരസ്യങ്ങൾ ഉണ്ടായാലും വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്നതേ ഉള്ളവയൊക്കെ. പല വ്യക്തികളും ഈ രാശിക്കാരെ നേരിട്ടും അല്ലാതെയും അവരുടെ മാന്യതയ്ക്ക് കോട്ടം തട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിധേയരാക്കാൻ ശ്രമിക്കും.
അവയെ അതിജീവിക്കാനുള്ള സാഹചര്യം വന്നു ചേരുന്നതുമാണ്. ഈ രാശിക്കാരുടെ 9ാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശുഭകാര്യങ്ങൾക്കായോ മേൽ പുരോഗതിക്കായോ ഉണ്ടാകേണ്ട കാര്യങ്ങൾക്കായി പ്രവർത്തിക്കാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനത്തിനായിട്ടോ ഉള്ള ധനം ചെലവഴിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഈ രാശിക്കാരുടെ 9ാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശുഭകാര്യങ്ങൾക്കായോ മേൽ പുരോഗതി ഉണ്ടാകേണ്ട കാര്യങ്ങൾക്കായോ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനത്തിനായിട്ടോ ധനം ചിലവഴിക്കാനുള്ള സാധ്യതയുണ്ടാകും. പിതൃതുല്യരായിട്ടുള്ള വർക്കുകളിൽ നിന്ന് വിരോധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 3ാം ഭാവത്തിൽ കേതു ശത്രുഹാനി വരുത്തും. ധനബാധ്യത ഉണ്ടായിരുന്നവർക്ക് അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. കേസുകളിൽ ഉൾപ്പെട്ടിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീർപ്പുണ്ടാകും. വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. നിക്ഷേപമായിട്ട് ആഭരണം വാങ്ങുന്നവർക്ക് വളരെ നല്ല സമയമായിരിക്കും. ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ലഭിക്കാൻ ഇടയുണ്ടാവുന്ന സമയമാണ്. വിവാഹത്തിനായിട്ടോ പുനർവിവാഹത്തിനായിട്ടോ ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണിത്. വളരെ ഗുണകരമായിട്ടുള്ള ഒരു വ്യാഴമാറ്റം കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ചിങ്ങം രാശി. മകവും പൂരവും ഉത്രത്തിക്കാലും അടങ്ങുന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങക്കൂറുകാരുടെ കർമ്മസ്ഥാനത്തേക്കാണ് വ്യാഴം മാറുന്നത്. ഈ രാശിക്കാരുടെ കേന്ദ്രത്തിൽ ശനിയും അഷ്ടമത്തിൽ രാഹുവും 2ാം ഭാവത്തിൽ കേതുവുമാണ് സഞ്ചരിക്കുന്നത്. ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരു തൊഴിൽ തുടർന്നവർക്ക് മറ്റൊരു തൊഴിലിലേക്ക് മാറുന്ന കാര്യത്തിലൊന്നും വളരെ ശ്രദ്ധിച്ച് വേണം മാറാൻ. ഈ രാശിക്കാർക്ക് ധനക്ലേശത്തിൻ്റെ സൂചനകൾ നൽകുന്നുണ്ട്. തൊഴിൽ സ്ഥലങ്ങൾ, തൊഴിലിടങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പഴി കേൾക്കാനുള്ള സാധ്യതയും ഉണ്ടാകും. ശരീരത്തിന് വിവിധ തരത്തിലുള്ള ക്ലേശം അനുഭവിക്കാനുള്ള അവസ്ഥയുണ്ടാകും. കുടുംബജീവിതത്തിൽ കുറച്ച് അസ്വാരസ്യങ്ങൾ ഉണ്ടായാലും അവനവൻ തന്നെ അതിന് മുൻകൈ എടുത്ത് അവ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ചിലർക്ക് അകൽച്ച നേരിടേണ്ടതായിട്ട് വരും. മറ്റുള്ളവരുടെ നന്മയെ കരുതി ഉദ്ദേശത്തോടുകൂടി പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവൃത്തികൾ ഒക്കെ ചിലപ്പോൾ അവരുടെ ശത്രുതയ്ക്ക് ഇടയുണ്ടാക്കാനുള്ള തരത്തിലേക്ക് മാറാനും സാധ്യതയുണ്ട്. ധനം വരേണ്ട ഭാഗങ്ങളിൽ നിന്ന് പോലും ഒരു തടസ്സം എപ്പോഴും വരുന്നതായിട്ടൊരു സൂചന അനുഭവപ്പെടും. ഇത് കൂടുതലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായിരിക്കും. ചിങ്ങൻ രാശിക്കാർക്ക് സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾ കൊണ്ട് ധനനഷ്ടം, മാനഹാനി എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. വിവാഹിതരായവർക്ക് അവരുടെ പങ്കാളികളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. തൊഴിൽ സംബന്ധമായോ ചില കാര്യങ്ങൾ നേടിയെടുക്കാനായോ ധാരാളം യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള സമയവും വന്നു ചേരാൻ പോകുന്നു. അതിനകത്ത് ധാരാളം സമയവും നമ്മൾ ചിലവഴിക്കേണ്ടതായിട്ടും വരും, യാത്രയും ചെയ്യേണ്ടതായിട്ട് വരും. സന്താന ഭാഗ്യത്തിനായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം സിദ്ധിക്കും. വിവാഹ യോഗമുള്ള സമയമാണത്. പ്രത്യേകിച്ച് പുനർവിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണത്. ഗൃഹം, വാഹനം എന്നിവ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന്, ക്രയവിക്രയം ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടമുണ്ടാകും. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ടുള്ള സഹായങ്ങളും ഇടയ്ക്ക് ലഭ്യമാകും. ഈ വ്യാഴമാറ്റം ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് കന്നി രാശി. ഉത്രത്തിൽ മുക്കാലും അത്തവും
ചിത്തിരത്തരയും അടങ്ങുന്നതാണ് കന്നിക്കൂർ. കേന്ദ്രാധിപതിയായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത്. 5ഉം 6ഉം ഭാവാധിപതിയായിട്ടുള്ള ശനി 6ാം ഭാവത്തിലുണ്ട്. 7ൽ രാഹു, ജന്മത്തിൽ തന്നെ കേതു. ഇവർക്ക് വ്യാഴം അഷ്ടമസ്ഥാനത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്കുണ്ടായ ദുരിതങ്ങൾ, തീർച്ചയായിട്ടും ദുരിതങ്ങൾ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ടാവും. അത്തരം ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഈ വർഷം ലഭിക്കാൻ സാധ്യതയുണ്ട്. രോഗങ്ങളിൽപ്പെട്ടിരുന്നവർക്ക് അതിനുള്ള ശമനം ഉണ്ടാവും. ധനക്ലേശം ഉണ്ടായിരുന്നവയ്ക്ക് അവയൊരു മാറ്റം ഉണ്ടാകും. ഭാഗ്യഭാവം ക്രമേണ ബലപ്പെടും. കുടുംബപരമായിട്ടുള്ള സൗഖ്യം ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്നുള്ള ഒരു ഉലർച്ചിൽ ഉണ്ടായിരുന്നവർക്ക് എല്ലാം മാറി ഒന്നാവാനുള്ള സാധ്യത ഉണ്ടാകും. തൊഴിൽ സംബന്ധമായിട്ടുള്ള സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം ഇവയൊക്കെ ഉണ്ടാകും. സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം സിദ്ധിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും ഉണ്ടാകും. വിദേശത്തായിക്കോട്ടെ, വിദേശ തൊഴിലിനായിട്ട് പോകുന്ന, ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്നവർക്കും അതിനുള്ള ശ്രമിക്കുന്നവർക്കും ഒക്കെ അതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. സ്വന്തം വീടുകളിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ടാകും. കടബാധ്യത ഉണ്ടായിരുന്നവർക്ക് അത് നികത്താനുള്ള സാഹചര്യം ഉണ്ടാകും. ഗൃഹനിർമ്മാണം, പുതിയ ഗൃഹം നിർമ്മിക്കൽ, വാഹനം വാങ്ങൽ ഇവയൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുന്നവർക്ക് വീണ്ടും പഠനത്തിൽ ഏർപ്പെടാൻ അനുകൂലമായിട്ടുള്ള സമയമുണ്ടാകും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സുതാര്യമാകും. ഓരോ വ്യക്തികളിലും മാനസിക സംഘർഷം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അവ നിയന്ത്രിക്കേണ്ടതായിട്ടും വരും. അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസവും ചിലപ്പോൾ ഉടലെടുക്കും. ആരോഗ്യ സംബന്ധമായിട്ടും അവനവൻ്റെയും അവനവൻ്റെ ജീവിത പങ്കാളികളുടെയും ഒക്കെ കാര്യത്തിലൊരു ശ്രദ്ധ ഉണ്ടാകണം. ഭൂമി, വാഹനം എന്നിവയുടെ ക്രയവിക്രയം നടത്തുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഊഹക്കച്ചവടങ്ങൾ വിജയം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ഈ വ്യാഴമാറ്റക്കാലം കന്നി രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് തുലാം രാശി. ചിത്തിരത്തരയും ചോതിയും വിശാഖത്തെ മുക്കാലും അടങ്ങുന്നതാണ് തുലാം രാശി. 3ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള വ്യാഴം അഷ്ടമ ഭാവത്തിലേക്കാണ് മാറുന്നത്. 5ൽ ശനിയും 6ൽ സർപ്പനും 12ൽ കേതുവും. മനസ്സിനെ വല്ലാത്ത തരത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനക്ലേശം വരാതെ ശ്രദ്ധിക്കണം. കഴിവതും ധനപരമായിട്ടുള്ള കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകണം എന്നർത്ഥം. ആഡംബരത്തിൽ നിന്നും ആത്മീയതയിലേക്ക് തിരിയുന്ന ഒരു സമയമായിരിക്കും ഇനി വരാൻ പോകുന്നത്. മറ്റുള്ളവരെ പലതരത്തിലും ആശ്രയിക്കേണ്ടതായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം പലപ്പോഴും ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളെയും ശത്രുക്കളെയും ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളെയും ഒക്കെ തിരിച്ചറിയാനുള്ള സാഹചര്യം ഇതുമൂലം ഉണ്ടാകും. അലസത വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഇടയ്ക്കിടയ്ക്കുണ്ടാകും. പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. കടബാധ്യത തീർക്കുവാൻ വേണ്ടിയോ വേണ്ടപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയോ ധനം ചിലവഴിക്കാനുള്ള സാധ്യതയുമുണ്ട്. കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. വാക്കുകളിൽ മിതത്വം പാലിക്കണം എന്നർത്ഥം. തൊഴിൽ തേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. സർക്കാർ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അനാവശ്യമായിട്ട് ചിലപ്പോൾ പഴി കേൾക്കേണ്ട അവസ്ഥയും ഉണ്ടാകാനിടയുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനിടയാകും. ഇടയ്ക്കിടയ്ക്ക് ഒരു ഉത്സാഹക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയും ചിലപ്പോൾ ഉണ്ടാകും. കൃത്യമായ ഈശ്വര ഭക്തിയോടുകൂടി മുന്നോട്ട് പോയാൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടും. ഈ വ്യാഴമാറ്റക്കാലം തുലാം രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു.
അടുത്തതായി വൃശ്ചികം രാശി. വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാരുടെ 2ഉം 5ഉം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴം നിവർത്തി ഭാവത്തേക്കാണ് മാറുന്നത്. ശനി 4ലും രാഹു 5ലും കേതു 11ലും സഞ്ചരിക്കുന്ന സമയമാണിത്. 6ൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. തൊഴിൽ വിജയവും ഉന്നത പദവിയും ലഭിക്കും. പഠനത്തിൽ മികവുണ്ടാവും വിദ്യാർത്ഥികൾക്ക്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് സ്വദേശത്തും വിദേശത്തും അതിനുള്ള സാധ്യത തെളിയും. സന്താന ഗുണവും സന്താന ഭാഗ്യവും ഉണ്ടാവും. വിവാഹ കാര്യങ്ങൾക്ക് താല്പര്യം കാണിക്കുന്നവർക്ക് അത് നടക്കാനുള്ള യോഗമുണ്ട്. കുടുംബത്തിൽ മറ്റ് മംഗളകർമ്മങ്ങളും നടക്കാനിടയാകും. അകൽച്ചയിലായിരുന്ന പലരുമായിട്ടും അടുക്കുവാനുള്ള സാധ്യത തെളിയും. എന്നാൽ 4ാം ഭാവത്ത് ശനി തെറ്റായ ജീവിതക്രമങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കും എന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഉണ്ടാകണം. 5ാം ഭാവത്തിലെ രാഹു പല കാര്യങ്ങളും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു സാധ്യതയെ ബുദ്ധിമുട്ടിക്കും. ധനവ്യയമുണ്ടാക്കും. അപകീർത്തി ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പഴയ ഗ്രഹം മോടി പിടിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകും. ഈ വ്യാഴമാറ്റക്കാലത്ത് വൃശ്ചിക രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ധനുക്കൂർ. മൂലവും പുരാടവും ഉത്രാടത്തിൻ്റെ കാലും അടങ്ങുന്നതാണ് ധനുക്കൂർ. വ്യാഴം 6ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 3ൽ ശനി, 4ൽ രാഹു, കർമ്മഭാവമായ 10ൽ കേതു. വ്യാഴം ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന ചില സമയം ശരീരത്തിന് സുഖക്കുറവും മനസ്സിന് ചാഞ്ചല്യവും എല്ലാ കാര്യങ്ങൾക്കും അകാരണമായിട്ടുള്ളൊരു ഭയവും ഉണ്ടാകും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ കൂടുതലായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാകണം. കുട്ടികളുടെ പഠനത്തിൽ മാതാപിതാക്കൾ പ്രത്യേകം പ്രോത്സാഹനവും നൽകണം. കുടുംബത്തിൽ അനിഷ്ടങ്ങളുണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം. ശനിയും കേതുവും ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും. ചിലർക്ക് ഉന്നത സ്ഥാനലബ്ധിയും ഉണ്ടാകും. കുടുംബജീവിതം സ്വസ്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയും തെളിയും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത ഉണ്ടാകും. വരവും ചെലവും ഏകദേശം തുല്യമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുവാനുള്ള സാഹചര്യവും ഉണ്ടാകും. അന്യദേശവാസം ആഗ്രഹിക്കുന്നവർക്കും അവിടെ തൊഴിൽ തേടുന്നവർക്കും അത് നടപ്പിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. മനഃപൂർവമല്ലാത്ത പ്രവൃത്തികൾ കൊണ്ട് മാനഹാനി വരുവാൻ ഇടയുള്ളതിനാൽ അതിലുള്ള ഒരു ശ്രദ്ധ തീർച്ചയായിട്ടും പുലർത്തണം. സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്ന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചു. ബിസിനസ് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർ തങ്ങളുടെ ബിസിനസ്സുകൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ജാതകത്തിൽ ഭാഗ്യസ്ഥാനാധിപതിയുടെ ഗതി അനുസരിച്ച് ഗുണദോഷങ്ങൾ കൂടിയും കുറഞ്ഞും ഇരിക്കും. ഈ വ്യാഴമാറ്റക്കാലം ധനുക്കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് മകരം രാശി. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ചേർന്നതാണ് മകരക്കൂർ.
3ഉം 12ഉം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴം 5ാം ഭാവത്തിലേക്ക് മാറുന്നു. മകരം കുംഭം രാശ്യാധിപനായിട്ടുള്ള ശനി 2ൽ നിൽക്കുന്നു. രാഹു 3ലും കേതു ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ലും നിൽക്കുന്നു. ഇതുവരെ വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന മകരം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം ആശ്വാസകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം ഉണ്ടാകും. സന്താന ഭാഗ്യത്തിന് കാലതാമസം ഉണ്ടായിരുന്നവർക്ക് സന്താന ലബ്ധി ഉണ്ടാകും. സർക്കാർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏർപ്പെട്ടിരുന്നവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. അന്യദേശം വാസം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ ആയിട്ട് വിദേശത്ത് പോകാൻ ഉദ്ദേശിച്ചിരുന്നവർക്ക് അതിനുള്ള അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷവും ഉണ്ടാകും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളകരമാകും. ഗൃഹത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയുന്ന സാഹചര്യമായിരിക്കും. അനാവശ്യമായിട്ട് ആർക്കും വാഗ്ദാനങ്ങളൊന്നും നൽകരുത്. ഈ അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകി കഴിഞ്ഞാൽ അവയൊക്കെ നിറവേറ്റാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ഇതുകൂടാതെ മനസ്സിൽ വളരെയധികം ആശയങ്ങൾ രൂപപ്പെടുമെങ്കിലും അവ പ്രായോഗിക തലത്തിലെത്തിക്കാൻ ഉള്ള സാധ്യത മങ്ങും. രോഗകാര്യത്തിൽ വേണ്ട ചികിത്സകൾ അതാത് സമയത്ത് തന്നെ ചെയ്തു കൊള്ളണം, മാറ്റിവെക്കപ്പെടരുതെന്നർത്ഥം. മകരം രാശിക്കാരുടെ ജാതകത്തിൽ വ്യാഴവും രാഹുവും അനുകൂല സ്ഥാനത്താണെങ്കിൽ ഗുണഫലങ്ങൾ ഏറി തന്നെ നിൽക്കും. ഈ വ്യാഴമാറ്റം മകരം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് കുംഭം രാശി. അവിട്ടം അരയും ചതയവും പൂരിട്ടാതി മുക്കാലും അടങ്ങുന്നതാണ് കുംഭം രാശി. 2ഉം 11ഉം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴം ആണ് 4ാം ഭാവത്തിലേക്ക് മാറുന്നത്. ശനി അതേ രാശിയിലും രാഹു 2ാം ഭാവത്തിലും കേതു 8ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. വ്യാഴം 3ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അത്രയും പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാനിടയില്ല. കുറച്ചുകൂടി ഭേദപ്പെട്ട നിലയിലേക്ക് എല്ലാ കാര്യങ്ങളും മാറും. ശരീരസുഖമുണ്ടാകും. ധനക്ലേശം ഒരു പരിധിവരെ കുറയ്ക്കുവാനിടയാക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാവും. എന്നാലും കുറച്ചൊരു ആലസ്യം ഇടയ്ക്കിടയ്ക്ക് ഈ രാശിക്കാർക്ക് പൊതുവെ പ്രകടമാക്കും. ഭൂസ്വത്തുക്കൾ ഭാഗം വയ്ക്കുവാനുള്ള താല്പര്യമുള്ളവർക്ക് അതിനുള്ള സാധ്യത തെളിയും. അവ നടപ്പിൽ വരും. ഈ രാശിക്കാർ തങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കണം. 2ാം ഭാവത്തിൽ രാഹുവിനെ ശ്രദ്ധിക്കണം. വാക്കുകൾ അനാവശ്യമായി ഉപയോഗിച്ച് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുവാൻ ഇടയാകരുത്. അവയൊന്ന് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. കുടുംബ ബന്ധങ്ങൾ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ അവ പരിഹരിക്കുവാൻ അവനവൻ തന്നെ മുൻകൈ എടുക്കണം. മറ്റുള്ളവരാരും വരില്ല. ഈ സമയത്ത് സ്വന്തം ജനനസ്ഥലം വിട്ടോ മറ്റു ദേശത്തേക്ക് മാറി താമസിക്കാനുള്ള സാധ്യത ഉണ്ടാകും. അതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നവയ്ക്കുള്ള സാധ്യത തെളിയും. പുതിയ ഗ്രഹം വാഹനം ഇവയ്ക്കുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും. അവനവന് വേണ്ടിയോ ബന്ധുജനങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയോ ഒക്കെ ധാരാളം ധനം ചെലവഴിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥയുണ്ടാകും. പക്ഷേ പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾക്ക് തടസ്സം നേടുവാനോ തടയപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ടാകും. പൊതുവെ പ്രധാന ഗ്രഹങ്ങൾ പൂർണ്ണമായും അനുകൂല സ്ഥാനത്ത് അല്ലാത്തതിനാൽ കാര്യമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ രാശിക്കാർ മുന്നോട്ട് പോകണം. ഈ രാശിക്കാർക്ക്, അതായത് കുംഭം രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വ്യാഴമാറ്റം ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് മീനം രാശി.
പൂരുട്ടാതി കാലം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്നതാണ് മീനം രാശി. വ്യാഴം 3-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. ഇതിനെ ദുസ്ഥാനം എന്നുകൂടി പറയുന്നുണ്ട്. ശനി 12-ൽ, സർപ്പൻ മീനത്തിൽ, കേതു 7-ൽ. സമ്പാദ്യത്തിൽ നിന്ന് എടുത്ത് ചിലവഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. കടം വാങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥയും ചിലപ്പോൾ ഉണ്ടാകും. ധനവിഷയത്തിൽ ഈ രാശിക്കാർക്ക് ചില ഘട്ടങ്ങളിൽ വിഷമസ്ഥിതി ഉണ്ടാകും എന്നർത്ഥം. ഈ അവസ്ഥ ജാതകത്തിൽ വ്യാഴം അനുകൂല സ്ഥാനത്ത് അല്ലാത്തവർക്ക് മാത്രമേ അനുഭവിക്കേണ്ടി വരികയുള്ളൂ. തൊഴിൽ സംബന്ധമായിട്ട് ദൂരദേശങ്ങളിലേക്ക് യാത്ര പോകേണ്ട സാഹചര്യം ഉണ്ടാകാം. കുടുംബ ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ ഏറി നിൽക്കുന്ന സമയമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ചികിത്സ വേണ്ടവർ അത് ചെയ്യണം. പഠന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് മികവ് പുലർത്താൻ കഴിയും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയും. ധൈര്യത്തോടുകൂടി ചെയ്യേണ്ട തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ രാശിക്കാർ സാഹസിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മീനം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റ ഫലങ്ങൾ വളരെ നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലപുരുഷൻ്റെ 2-ാം ഭാവത്തിലേക്കുള്ള ഈ വ്യാഴമാറ്റം നമ്മുടെ രാജ്യത്തും ലോകത്ത് തന്നെയും ഉണ്ടാകുന്ന സാമ്പത്തിക അസമത്വങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പൊതുവെ വ്യക്തികൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും വളരെ മത്സരങ്ങൾ വർദ്ധിക്കും. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന വാക്യത്തിൻ്റെ അർത്ഥം കഴിഞ്ഞ മഹാമാരി വന്ന സമയത്ത് നമ്മൾ അറിഞ്ഞതാണ്. ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾ നമ്മളെയും ബാധിക്കും എന്ന തിരിച്ചറിവ് നമുക്ക് വേണ്ടുവോളം ആ കാലത്തുണ്ടായി. ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഈ വ്യാഴമാറ്റ കാലഘട്ടത്ത് ലോകത്തെല്ലായിടത്തും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. thank you